Hi friends, welcome to Aisha's Creations. Aisha's Creations ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സേമിയ കേസരിയാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്നത് പ്രസ് ചെയ്യുക. റൈറ്റ് സൈഡിലുള്ള ആരോ മാർക്ക് പ്രസ് ചെയ്യുവാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണാൻ പറ്റും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സേമിയ കേസരി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. കടായി നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ കാഷ്യൂ നട്ട്സ് കുറച്ചൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റൈസിൻസ് കൂടി ഇട്ട് കൊടുക്കാം. അതായപ്പോൾ റൈസിൻസ് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കാഷ്യൂ നട്ട്സും റൈസിൻസും കോരിയെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് സേമിയാണ്. ഞാനിവിടെ റോസ്റ്റഡ് സേമിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സാധാരണ സേമിയ ഉപയോഗിച്ചാലും മതി. അപ്പോൾ എനിക്ക് കിട്ടിയത് ഇതാണ്, അതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 കപ്പ് സേമിയ ഇതുപോലെ ഒരു മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ നോർമൽ സേമിയ ആണെങ്കിൽ കുറച്ച് സമയം കൂടെ വറുത്തെടുക്കേണ്ടതായിട്ട് വരും. അതായത് നോർമൽ സേമിയ ആകുമ്പോൾ വൈറ്റ് കളറിലായിരിക്കുമല്ലോ, അപ്പോൾ അതൊന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ വറുത്തെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതായത് ഇപ്പോൾ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 4 കപ്പ് വെള്ളമാണ്. അപ്പോൾ അത് തിളപ്പിക്കാനായിട്ട് വെക്കാം. 2 കപ്പ് സേമിയയ്ക്ക് 4 കപ്പ് വെള്ളമാണ് വേണ്ടത്. അതുപോലെ ഇത് നല്ല തിന്നായിട്ടുള്ള സേമിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല കട്ടി കുറഞ്ഞ ടൈപ്പ് സേമിയ ഉപയോഗിക്കാനാണ് കേട്ടോ എപ്പോഴും നല്ലത്. ഇപ്പോൾ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ വറുത്ത് വെച്ച സേമിയ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതായിപ്പോൾ സേമിയ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. സേമിയ വേവിക്കുന്നതിൻ്റെ കൂടെ തന്നെ പഞ്ചസാര ഒരിക്കലും ഇട്ട് കൊടുക്കരുത്. അങ്ങനെയാവുമ്പോൾ സേമിയ വേവാനായിട്ട് ഒരുപാട് സമയമെടുക്കും. ഇനി ഇതിലേക്ക് ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. സാധാരണ രീതിയിൽ ഓറഞ്ച് ഫുഡ് കളർ, അതായത് കേസരി കളറാണ് ചേർക്കാറുള്ളത്. പക്ഷെ ഞാനിവിടെ ക്യാരറ്റ് മിക്സിയിലിട്ടൊന്ന് അടിച്ച് അതിൻ്റെ ജ്യൂസ് എടുത്താണ് ചേർത്തത് കേട്ടോ. അപ്പം അത് കാരണം കൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഫുഡ് കളറൊക്കെ ആണെങ്കിൽ 3-4 ഡ്രോപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതായത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇനി ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് വേവിച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കണം. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്തു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കായി പോവും. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത കാഷ്യൂ നട്ട്സും റൈസിൻസും ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ കേസരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആയിഷാസ് ക്രിയേഷൻസ്.